IPL 2026 സീസണിന് ഒരു കിടിലൻ തുടക്കം 2026 ഏപ്രിൽ 9 പ്രശസ്തമായ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് LSG കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ KKR 3 വിക്കറ്റിന് ത്രില്ലടിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി. അവസാന പന്ത് വരെ നീണ്ട ഈ ഉദ്വേഗജനകമായ മത്സരത്തിൽ LSGയുടെ യുവതാരം മുകുൾ ചൌധരിയുടെ നേതൃത്വത്തിൽ ഒരു ആവേശകരമായ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. ചൌധരിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് KKR ഉയർത്തിയ മികച്ച ടോട്ടൽ മറികടക്കാൻ LSGയെ സഹായിച്ചു. സീസണിൽ അവർക്ക് ഒരു അവിസ്മരണീയമായ തുടക്കവും നൽകി. ഈ മത്സരം സീസണിലെ ആദ്യത്തെ പ്രധാന ഹൈലൈറ്റായി. IPLന്റെ പ്രവചനാതീതമായ സ്വഭാവവും വാശിയേറിയ മത്സരങ്ങളും എന്താണെന്ന് ഈ കളി ഒന്നുകൂടി കാണിച്ചുതന്നു. LSGയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം സീസണിലെ അവരുടെ രണ്ടാം ജയം മാത്രമല്ല, ശക്തരായ KKR ടീമിനെതിരെ തങ്ങൾക്ക് പോരാടാൻ കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നുമായിരുന്നു. തന്ത്രപരമായ തീരുമാനങ്ങളും കളിക്കാരുടെ വ്യക്തിഗത പ്രകടനങ്ങളും ഒപ്പം ഈ പ്രവചനാതീതമായ സ്വഭാവവും ഇതെല്ലാം കൊണ്ടാണ് IPL ഒരു ലോകോത്തര T20 ടൂർണമെന്റായി തുടരുന്നത്. അതിന്റെ വലിയ നാടകീയതയും താരങ്ങളുടെ ഒറ്റയാൾ പ്രകടനങ്ങളും എപ്പോഴും കാണികളെ പിടിച്ചിരുത്താറുണ്ട്. ടോസ് തോറ്റ് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസിന്റെ ഒരു മികച്ച സ്കോർ അടിച്ചുകൂട്ടി. KKR ഇന്നിംഗ്സിൽ ടോപ്പ് ഓർഡറിൽ നിന്ന് മികച്ച സംഭാവനകളുണ്ടായി. 33 പന്തിൽ 45 റൺസെടുത്ത അംഗ്രിഷ് രഘുവൻഷിയായിരുന്നു മുന്നിൽ. വെറും 24 പന്തിൽ 41 റൺസെടുത്ത് അജിങ്ക്യ രഹാനെയും മികച്ച പിന്തുണ നൽകി നൈറ്റ് റൈഡേഴ്സിന് ശക്തമായ അടിത്തറയൊരുക്കാൻ സഹായിച്ചു. വെസ്റ്റ് ഇൻഡീസ് പവർ ഹിറ്റർ റോമാൻ പവലും മധ്യനിരയിൽ തിളങ്ങി. 24 പന്തിൽ നിന്ന് 39 റൺസെടുത്ത് പുറത്താകാതെ നിന്ന പവൽ അവസാന ഓവറുകളിൽ തകർപ്പൻ പ്രകടനത്തിലൂടെ ഇന്നിംഗ്സിന് കരുത്തു പകർന്നു. കാമറൂൺ ഗ്രീനും 24 പന്തിൽ 32 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. തുടക്കത്തിൽ നല്ല കുതിപ്പ് നടത്തിയെങ്കിലും മധ്യ ഓവറുകളിൽ സ്കോറിംഗ് വേഗത കുറഞ്ഞു. പ്രത്യേകിച്ച് സ്പിന്നിനെതിരെ റൺസ് കണ്ടെത്താൻ ഗ്രീൻ പ്രയാസപ്പെട്ടപ്പോൾ. എന്നാൽ അവസാന 5 ഓവറിൽ പവലും ഗ്രീനും ചേർന്ന് തകർത്തടിച്ചതോടെ 66 റൺസ് കൂടി അക്കൗണ്ടിലെത്തിച്ച് സ്കോർ ഉയർത്തി. LSGയുടെ ബോളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി കൂടുതൽ കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ KKRനെ അനുവദിച്ചില്ല. KKRന് വേണ്ടി അനുകൂൽ പ്രോയ് തന്റെ ഓവറുകളിൽ നിർണായകമായ 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഇതിന് മറുപടിയെന്നോണം ലക്നൌ സൂപ്പർ ജയന്റ്സ് ചേസ് തുടങ്ങിയത് മികച്ചൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്. ഓപ്പണർമാരായ എയ്ഡൻ മാർക്രവും മിച്ചൽ മാഷും ആദ്യ 4 ഓവറിൽ തന്നെ 41 റൺസ് അടിച്ചുകൂട്ടി. പക്ഷേ വൈഭവ് അറോറ കളി മാറ്റിമറിച്ചു. ആദ്യം മാർക്രമിനെ പുറത്താക്കി, പിന്നാലെ മാഷും വീണതോടെ കളിയുടെ ഗതി മാറി. 17-ാം ഓവറിൽ 139 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിൽ ലക്നൌ അടിയിലിരിക്കുകയായിരുന്നു. ആവശ്യമായ റൺറേറ്റും കുത്തനെ കൂടി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആയിഷ ബദോണി നിർണായക പങ്ക് വഹിച്ചു. 34 പന്തിൽ 54 റൺസെടുത്ത് ഒരു നിർണായക അർദ്ധ സെഞ്ചുറി നേടി വിക്കറ്റുകൾ വീഴുമ്പോഴും ടീമിന് താങ്ങും തണലുമായി നിന്നു. കളി കൈവിട്ടുപോകുന്നെന്ന് തോന്നിച്ചപ്പോൾ ലക്നൌ ക്യാമ്പിൽ നിന്ന് ഒരു നായകന്റെ ഉദയം അനിവാര്യമായിരുന്നു. ലക്നൌവിനെ നയിക്കുന്ന ഋഷഭ് പന്ത് 2025 IPL ലേലത്തിൽ റെക്കോർഡ് തുകയായ 27 കോടിക്ക് ടീമിലെത്തിച്ച താരമാണ്. 2026 സീസണിലും ടീമിനൊപ്പമുണ്ടാകും. ചേസിലുടനീളം തന്ത്രപരമായ തീരുമാനങ്ങളെടുത്ത് ടീമിനെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് നയിച്ചു. ലക്നൌവിന്റെ മറ്റൊരു ഫാസ്റ്റ് ബൌളറായ മായങ്ക് യാദവ് പേസിന്റെ കാര്യത്തിൽ പേരെടുത്ത താരമാണ്. 2026ലും സൂപ്പർ ജയന്റ്സിന്റെ പ്രധാന കളിക്കാരനായി ടീമിലുണ്ടാകും. കളിയുടെ ഗതി മാറ്റിയത് മുകുൾ ചൌധരി ക്രീസിലെത്തിയതായിരുന്നു. ആദ്യ 8 ബോളിൽ വെറും 2 റൺസുമായി പതറിനിന്ന ചൌധരി പിന്നീട് ശരിക്കും കളി മാറ്റി. അടുത്ത 19 ബോളിൽ നിന്ന് 52 റൺസാണ് ചൌധരി അടിച്ചുകൂട്ടിയത്. അവസാനം 27 ബോളിൽ 54 റൺസെടുത്ത് പുറത്താവാതെ 7 സിക്സുകളും 2 ഫോറുകളും ഉൾപ്പെട്ട വിജയമുറപ്പിച്ച ഈ പ്രകടനം എത്ര സമ്മർദ്ദത്തിലായിരുന്നാലും റൺസ് വാരിക്കൂട്ടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവെടുത്തു കാണിച്ചു. അൺക്യാപ്ഡ് താരമായിരുന്ന മുകുൾ ചൌധരിയെ 2026 IPL ലേലത്തിൽ 2.60 കോടി രൂപക്കാണ് ലക്നൌ സ്വന്തമാക്കിയത്. അന്നെടുത്ത ആ തീരുമാനം ഇപ്പോൾ ഒരു മാസ്റ്റർ സ്ട്രോക്കായി മാറിയിരിക്കുകയാണ്. 8ാം വിക്കറ്റിൽ ആവേശക്കാനുമായി ചേർന്ന് 54 റൺസിന്റെ ഒരു നിർണായക കൂട്ടുകെട്ടും ചൌധരി ഉണ്ടാക്കി. ഒരു IPL വിജയകരമായി ചേസ് ചെയ്യുമ്പോൾ 8ാം വിക്കറ്റിൽ വരുന്ന ഏറ്റവും വലിയ കൂട്ടുകെട്ടായിരുന്നു ഇത്. അവസാന 12 ബോളിൽ 30 റൺസ് വേണമെന്ന അവസ്ഥയിൽ ലക്നൌവിനെ തോൽവിയുടെ വക്കിൽ നിന്ന് ഒറ്റയ്ക്ക് രക്ഷിച്ചതും ഈ കൂട്ടുകെട്ടാണ്. കാമറൂൺ ഗ്രീനിന്റെ ഓവറിൽ 2 സിക്സുകളും ഒരു ഫോറും പറത്തി ചൌധരി അവസാന ഓവറിൽ വെറും 14 റൺസ് മാത്രം മതി എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിച്ചു. വൈഭവ് അറോറ എറിഞ്ഞ അവസാന ഓവർ ശരിക്കും നെഞ്ചിടിപേറ്റുന്ന ക്രിക്കറ്റായിരുന്നു. ആദ്യ പന്തിൽ ആവേശക്കാൻ സിംഗിൾ എടുത്തപ്പോൾ 2ാം പന്ത് നേരിട്ട മുകുൾ ചൌധരി അതൊരു സിക്സർ അടിച്ച് ലക്ഷ്യം കുറച്ചുകൂടി അടുപ്പിച്ചു. 2 ഡോട്ട് ബോളുകൾക്ക് ശേഷം അവസാന 2 പന്തിൽ LSGക്ക് ജയിക്കാൻ 7 റൺസ് വേണമായിരുന്നു. സമ്മർദ്ദങ്ങളെയൊന്നും കൂസാതെ ചൌധരി 5ാം പന്തിൽ ഒരു കിടിലൻ സിക്സർ അടിച്ച് അതോടെ വിജയമുറപ്പിച്ചു. അവസാന പന്തിൽ ഒരു ബൈറൺ കൂടി വന്നതോടെ LSG 3 വിക്കറ്റിന് ജയം സ്വന്തമാക്കി. ഉറപ്പിച്ച തോൽവിയെ ആവേശകരമായ വിജയമാക്കി മാറ്റിയ മുകുൾ ചൌധരിയെ അദ്ദേഹത്തിന്റെ ഈ മികച്ച പ്രകടനത്തിന് അർഹമായി തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തു. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം റോമാൻ പവലിനെപ്പോലുള്ളവരുടെ മികച്ച പ്രകടനങ്ങളും 2 വിക്കറ്റ് വീഴ്ത്തിയ അനുകൂൽ പ്രോയിയെപ്പോലുള്ള ബോളർമാരുടെ പ്രയത്നങ്ങളും ഉണ്ടായിട്ടും LSGയുടെ അവസാന കുതിപ്പിനെ തടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാന പന്തിലെ ത്രില്ലറുകൾക്ക് ഇന്നും എത്രമാത്രം ആകർഷണമുണ്ടെന്നും പുതിയ മാച്ച് വിന്നർമാർ കടന്നുവരുന്നതിന്റെ പ്രാധാന്യവും ഈ കളിയിലൂടെ വ്യക്തമായി. അതോടൊപ്പം IPL 2026ൽ ആവേശത്തിന്റെ ഒരു പുതിയ നിലവാരം തന്നെ ഈ മത്സരം നിശ്ചയിക്കുകയും ചെയ്തു.